Dear students, ratio test. Statement of ratio test. Let xn be a sequence of positive real numbers such that limit xn plus 1 divided by xn equal to L. If L less than 1, then xn converges and limit xn equal to 0. Ratio test സീരീസിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. xn plus 1 by xnൻ്റെ ലിമിറ്റ് xn plus 1 by xnൻ്റെ ലിമിറ്റ് L ആണ്. L ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജസ് ആവും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജസ് ആവും, L ഈക്വൽ ടു 1 ആണെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ചെയ്യും എന്നൊക്കെ പഠിച്ചു കാണും. ഇത് സീരീസിൻ്റെ അല്ല, ഇത് സീക്വൻസിൻ്റെ റേഷ്യോ ടെസ്റ്റാണ്. സീക്വൻസിൻ്റെ റേഷ്യോ ടെസ്റ്റ് പറയുന്നത് എക്സൻ ഒരു പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവരി n. അങ്ങനെയാണെങ്കിൽ xn plus 1 by xn എന്നുള്ള റേഷ്യോൻ്റെ ലിമിറ്റ് അതൊരു നമ്പർ കിട്ടുകയാണ് നമുക്ക്. ആ നമ്പർ 1നേക്കാൾ ചെറിയ നമ്പർ ആണെങ്കിൽ സീക്വൻസ് എക്സൻ കൺവേർജ് ചെയ്യും. 1നേക്കാൾ ചെറിയ നമ്പർ ആകുമ്പോൾ മാത്രം അത് കൺവേർജ് ചെയ്യും. ആൻഡ് ഇനി കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എവിടേക്കാണ് കൺവേർജ് ചെയ്യുക എന്ന് തന്നിട്ടുണ്ട്, 0യിലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എക്സൻ ഇസ് എ സീക്വൻസ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് എന്നാണ്. അതായത് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ എവരി n. പോസിറ്റീവ് നമ്പർ മാത്രമേ ഉള്ളൂ എക്സൻ എന്ന് പറയുന്ന സീക്വൻസിൽ. അതുകൊണ്ട് തന്നെ എക്സൻ പ്ലസ് 1 എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. എല്ലാ n-നും ട്രൂ ആണ്, അതുകൊണ്ട് n+1 ആകുമ്പോഴും അത് ട്രൂ ആയിരിക്കും. സോ ഈ റേഷ്യോ എക്സൻ പ്ലസ് 1 ബൈ എക്സൻ, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ റേഷ്യോ, അതും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതുകൊണ്ട് നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, ഒരു പോസിറ്റീവ് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ലിമിറ്റ് L എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്, അതും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ചിലപ്പോൾ അത് 0 ആവാം. ഇപ്പോൾ 1/n എന്ന് പറയുന്ന സീക്വൻസൊക്കെ 1/n എന്ന് പറഞ്ഞ സീക്വൻസിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 1/2 1/3 അങ്ങനെ പോകുന്ന പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രം. പക്ഷേ അതിൻ്റെ ലിമിറ്റ് 0 ആണ് വരുന്നത്. അപ്പോൾ ലിമിറ്റ് ഒന്നുകിൽ പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ട്, എക്സൻ ഒരു പോസിറ്റീവ് സീക്വൻസ് ആണെങ്കിൽ ലിമിറ്റ് എക്സൻ ഈക്വൽ ടു എക്സ്, ദെൻ എക്സും പോസിറ്റീവ് ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. L എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് വേണ്ട കേസ് L ലെസ് ദാൻ 1 ആവുന്ന കേസിലാണ്. L ലെസ് ദാൻ 1 ആവുമ്പോൾ സീക്വൻസ് കൺവേർജ് ചെയ്യും. അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് 0 ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ വി ടേക്ക് L ഈസ് ലെസ് ദാൻ 1. L ലെസ് ദാൻ 1 എന്ന് എടുത്തു. അപ്പോൾ 1 എന്നുള്ള നമ്പർ ഇവിടെ ഉണ്ട്, 0 ആണ് ഏറ്റവും ചെറിയ വാല്യൂ. L ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, ലെസ് ദാൻ 1 ആണ്. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ലെസ് ദാൻ 1 ആണ്. അപ്പോൾ L എന്ന് പറയുന്നത് ഇവിടെ എവിടെയാണ്. അപ്പോൾ 1നും Lനും ഇടയ്ക്കുള്ള ഒരു നമ്പർ നമ്മൾ എടുക്കുക. 1നും Lനും ഇടയ്ക്ക് ഒരു R, സ്മോൾ r എടുത്തു. ദാറ്റ് ഈസ് L ലെസ് ദാൻ R ലെസ് ദാൻ 1. ഇനി അതുകൊണ്ട് തന്നെ R മൈനസ് L എന്തായിരിക്കും, R ആണ് ഇവിടെ വലുത്, L ചെറുതാണ്. അപ്പോൾ വലിയ നമ്പറിന് ചെറിയ നമ്പർ കൊടുത്താൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടുക. R മൈനസ് L ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഈക്വൽ ടു 0 ആവില്ല, കാരണം L ലെസ് ദാൻ R ആണ്. സോ R മൈനസ് L ഈസ് ഗ്രേറ്റർ ദാൻ 0. R മൈനസ് L ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ലിമിറ്റ് എക്സൻ പ്ലസ് 1 ബൈ എക്സൻ എന്ന് പറഞ്ഞാൽ L ആണ്. സോ ബൈ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ് വി ഹാവ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn plus 1 divided by xn minus L less than epsilon for every n greater than or equal to k. അപ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ നമുക്ക് കിട്ടും. അതായത് എപ്സിലോണിൻ്റെ മോഡുലസ് റിമൂവ് ചെയ്ത് എഴുതിയാൽ വി ഗെറ്റ് മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സൻ പ്ലസ് 1 ബൈ എക്സൻ ലെസ് മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇനി ഈ L കളയാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും L ആഡ് ചെയ്യുക. സോ L മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സൻ പ്ലസ് 1 ബൈ എക്സൻ ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. ഇനി ഈ ലാസ്റ്റ് പാർട്ട് എടുക്കുക, അതായത് എക്സൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സൻ ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ. ഇത് എല്ലാ എപ്സിലോണും ശരിയാണ്. ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഇത് ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് കിട്ടിയിരുന്നു, R മൈനസ് L. അപ്പോൾ എല്ലാ എപ്സിലോണിനും ശരിയാണ്, അതുകൊണ്ട് R മൈനസ് Lനും ശരിയാണ്. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു നമ്മൾ R മൈനസ് L എന്ന് എടുക്കുക. എന്നിട്ട് ഈ എപ്സിലോണിന് പകരം R മൈനസ് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഗെറ്റ് എക്സൻ പ്ലസ് 1 ബൈ എക്സൻ ലെസ് ദാൻ L പ്ലസ് എപ്സിലോൺ ആയിരുന്നു.
ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ പ്ലസ് ആർ മൈനസ് എൽ. അപ്പോൾ എല്ലും എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് വി ഗെറ്റ് എക്സ് എൻ പ്ലസ് 1 ബൈ എക്സ് എൻ ലെസ് ദാൻ ആർ എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ എന്ന് കിട്ടും ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. കെനേക്കാൾ വലിയ എല്ലാ എന്നും ഇത് ട്രൂ ആണ്. സിമിലർലി നമ്മൾ എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ എന്ന് എഴുതി. അപ്പോൾ എക്സ് എന്നിന് എങ്ങനെ എഴുതാം? എക്സ് എൻ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 എന്ന് എഴുതിക്കൂടെ? കാരണം ഇവിടെ എൻ പ്ലസ് 1 ആകുമ്പോൾ എൻ ആണ്, അതായത് എൻ പ്ലസ് 1-നേക്കാൾ 1 കുറവാണ്. അപ്പോൾ എൻ ആകുമ്പോൾ ഇവിടെ എൻ മൈനസ് 1 വരും. അതുപോലെ തന്നെ നമുക്ക് എക്സ് എൻ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 2 അങ്ങനെ എഴുതി പോവാം. സോ ലാസ്റ്റ് നമുക്ക് എക്സ് കെ എങ്ങനെ എഴുതാം? എക്സ് കെ ഈസ് ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് കെ മൈനസ് 1 എന്നെഴുതാം. ഇതിനേക്കാൾ കെനേക്കാൾ 1 കുറവായിട്ടുള്ള കെ മൈനസ് 1. സോ വി ക്യാൻ റൈറ്റ്, നമുക്കറിയാം എക്സ് എൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ എക്സ് എൻ പ്ലസ് 1ഉം ഗ്രേറ്റർ ദാൻ 0 ആണ്. പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ഏറ്റവും ചെറിയ ലിമിറ്റ് 0 ആണ്. ഏറ്റവും ചെറിയ ബൗണ്ടറി 0-നേക്കാൾ വലുതാണ് എല്ലാതും. ഇനി എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ. അപ്പോൾ നമുക്ക് ആർ ഇൻറ്റു എക്സ് എൻ എഴുതാം. ഇനി എക്സ് എൻ ലെസ് ദാൻ നമ്മൾ എഴുതിയിട്ടുണ്ട് എക്സ് എൻ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1 ആണ്. അപ്പോൾ ആൾറെഡി ഒരു ആർ ഇവിടെ ഉണ്ട്. ഇനി എക്സ് എൻ ലെസ് ദാൻ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 1. ഇനി അടുത്തത് എഴുതുമ്പോൾ 2 ആർ ഇവിടെ ഉണ്ട്, ആർ ഇൻറ്റു ഇനി എക്സ് എൻ മൈനസ് 1 ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എക്സ് എൻ മൈനസ് 2 എന്ന് വരും, എക്സെട്ര. ലാസ്റ്റ് നമുക്ക് എക്സ് കെ എഴുതണം, എക്സ് കെൻ്റെ ടേം എഴുതണം. അപ്പോൾ എക്സ് കെൻ്റെ ടേം എഴുതുമ്പോൾ ആറിൻ്റെ കൂടെ എന്ത് വരും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നോക്കൂ, എക്സ് എൻ വന്നപ്പോൾ r⁻1 ആണ് വന്നത്. n മൈനസ് 1 വന്നപ്പോൾ ഇവിടെ r ഇൻറ്റു ആർ സ്ക്വയർ വന്നു. n വന്നപ്പോൾ r⁻1 വന്നു. n മൈനസ് 1 വന്നപ്പോൾ ആർ സ്ക്വയർ വന്നു. ഇവിടെ n മൈനസ് 2 വന്നപ്പോൾ r³ വന്നു. സോ k വരുമ്പോൾ ആറിൻ്റെ പവർ എന്തായിരിക്കും? ഇവിടെ n മൈനസ് 1 വന്നപ്പോൾ ആർ സ്ക്വയർ ആണ് വന്നത്. ദാറ്റ് ഈസ് ഈ n മൈനസ് കഴിഞ്ഞിട്ടുള്ള ഈ ടേം, അതായത് 1 ആണ്, അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തതാണ് ആറിൻ്റെ പവറായിട്ട് വരുന്നത്. ഇവിടെ n നമുക്ക് n മൈനസ് 0 എന്ന് എഴുതാം. അപ്പോൾ n മൈനസ് 0 എന്ന് പറഞ്ഞാൽ മൈനസ് കഴിഞ്ഞിട്ടുള്ള 0ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 1, അപ്പോൾ r⁻1 വന്നു. n മൈനസ് 1 മൈനസ് കഴിഞ്ഞിട്ടുള്ള 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ ആർ സ്ക്വയർ അങ്ങനെ വന്നു. ഇവിടെ n മൈനസ് 2 മൈനസ് കഴിഞ്ഞിട്ടുള്ളത് 2 ആണ്, 2ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്താൽ 3 വന്നു. അപ്പോൾ k വരുമ്പോൾ എക്സ് കെ വരുമ്പോൾ എന്ത് വരും എന്നാണ്, r⁻2 എന്ത് വരും? അപ്പോൾ kനെ നമുക്ക് n-ൻ്റെ n മൈനസ് എന്നുള്ള രൂപത്തിൽ എഴുതാൻ പറ്റണം. kനെ നമുക്ക് n മൈനസ് n പ്ലസ് കെ എന്ന് എഴുതിക്കൂടെ, n മൈനസ് n പ്ലസ് കെ. അപ്പോൾ എന്ത് വരും? മൈനസ് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? മൈനസ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഇതിനെ n മൈനസ് ഓഫ് എന്ന് എഴുതാം, n മൈനസ് കെ എന്ന് എഴുതാം. എന്നാലേ അത് കറക്റ്റ് ആവും. n മൈനസ് ഓഫ് n മൈനസ് കെ എന്ന് എഴുതാം, അല്ലെങ്കിൽ n മൈനസ് n പ്ലസ് കെ. അപ്പോൾ മൈനസ് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ n മൈനസ് കെ ആണ്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ n മൈനസ് കെ പ്ലസ് 1. സോ r⁻n മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ് കെ വരെ നമ്മൾ എഴുതി. ഇനി ഇതിൽ ഫസ്റ്റ് ഈ എക്സ് എൻ പ്ലസ് 1ഉം ലാസ്റ്റ് എഴുതിയ ഇതും മാത്രം എടുക്കുക. സോ വി ഗെറ്റ് എക്സ് എൻ പ്ലസ് 1 ലെസ് ദാൻ ആർ ഇൻറ്റു n മൈനസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ് കെ. ഇനി ആ റൈറ്റ് സൈഡിലുള്ള r⁻n മൈനസ് കെ പ്ലസ് 1നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് r⁻n പ്ലസ് 1, അതായത് ഫസ്റ്റും പ്ലസ് 1 എടുത്തു. ഇനി r⁻ മൈനസ് കെ അത് വേറെ എഴുതി എക്സ് കെ. ദാറ്റ് ഈസ് ലെസ് ദാൻ ഈ ടേമിന്, അതായത് r⁻ മൈനസ് കെ ഇൻറ്റു എക്സ് കെക്ക് നമ്മൾ c എന്ന് കൊടുത്തു. c ഇൻറ്റു r⁻n പ്ലസ് 1.
xn plus 1 ലെസ് ദാൻ c ഇൻറ്റു r റൈസ് ടു n plus 1. ഇനി xn plus 1ൻ്റെ ഏറ്റവും ചെറിയ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ആ 0 കൂടെ കൊടുക്കുന്നുണ്ട്. 0 ലെസ് ദാൻ xn plus 1 ലെസ് ദാൻ c ഇൻറ്റു r റൈസ് ടു n plus 1 വേർ c ഈക്വൽ ടു r റൈസ് ടു മൈനസ് k ഇൻറ്റു എക്സ് കെ അല്ലെങ്കിൽ എക്സ് കെ ബൈ ആർ റൈസ് ടു കെ. ഇത് എക്സിസ്റ്റ് ചെയ്യും. എന്തുകൊണ്ടാണ്? എക്സിൻ്റെ ടേമുകളൊക്കെ xn ഗ്രേറ്റർ ദാൻ 0 ആണ് ഫോർ എവരി n. അപ്പോൾ എക്സ് കെ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതേപോലെ ആർ എന്ന് പറഞ്ഞാൽ എല്ലിനും 1നും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ആർ ഒരിക്കലും 0 ആവില്ല. അതുകൊണ്ട് എക്സ് കെ ബൈ ആർ റൈസ് ടു കെ എക്സിസ്റ്റ് ചെയ്യും. സോ സി എക്സിസ്റ്റ് ചെയ്യും. സോ വി ഗെറ്റ് 0 ലെസ് ദാൻ xn plus 1 ലെസ് ദാൻ c ഇൻറ്റു ആർ റൈസ് ടു n plus 1 വേർ ആർ ലെസ് ദാൻ 1. ആർ 1നേക്കാൾ ചെറിയ ഒരു നമ്പറാണ്. ഇനി അപ്പോൾ നമുക്ക് ഒരു an ലെസ് ദാൻ bn ലെസ് ദാൻ cn ഈ ഫോമിൽ കിട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്യാം. അതായത് an-ഉം cn-ഉം ഒരേ ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ മിഡിൽ ടേമായ bn-ഉം അതേ ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് 0 സീക്വൻസ് ആണ്. 0 സീക്വൻസ് 0യിലേക്ക് കൺവേർജ് ചെയ്യും. ഇനി ഈ സീക്വൻസ് ഇവിടെ c കോൺസ്റ്റൻ്റ് ആണ്. r റൈസ് ടു n plus 1 എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? r ലെസ് ദാൻ 1 ആണ്. അപ്പോൾ നമ്മളൊരു ഇതിന് മുൻപ് ഈ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു തിയറം പഠിച്ചിരുന്നു. ഒരു തിയറോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. മോഡ് a ലെസ് ദാൻ 1 ആണെങ്കിൽ ലിമിറ്റ് a റൈസ് ടു n 0 ആയിരിക്കും. ഇവിടെ മോഡ് r ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ മോഡ് r 0ക്കും 1നും ഇടയ്ക്കുള്ള നമ്പറാണ്. അതുകൊണ്ട് മോഡ് r എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് r റൈസ് ടു n plus 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 0 വരും. അപ്പോൾ c ഇൻറ്റു 0 എന്ന് വരും. ദാറ്റ് ഈസ് 0. അതായത് 0യും 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. ഈ അറ്റത്തുള്ള c ഇൻറ്റു r റൈസ് ടു n plus 1 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ ബൈ സ്ക്യൂസ് തിയറം xn plus 1ൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. xn plus 1ൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ xnൻ്റെ ലിമിറ്റ് എന്താ വരിക? xn plus 1 എന്ന് പറഞ്ഞ xnഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ xnനെ നമ്മൾ x1 x2 x3 അങ്ങനെ എഴുതും. xn plus 1നെ എങ്ങനെ എഴുതും? x2 മുതലുണ്ടാവും. x2 x3 എക്സെട്ര ഉണ്ടാവും. അപ്പോൾ xn plus 1 എന്ന് പറഞ്ഞാൽ xnൻ്റെ 1 tail പറയാം. നമ്മൾ ടെയിൽ പഠിച്ചിട്ടുണ്ട്, ടെയിൽ ഓഫ് എ സീക്വൻസ്. xnൻ്റെ 1 tail ആണ്. അതായത് 2 മുതലുള്ള ടേമുള്ള സീക്വൻസ് ആണ് xn plus 1. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സീക്വൻസും അതിൻ്റെ എല്ലാ ടെയിൽസും ഒരേ ലിമിറ്റിലേക്കാണ് കൺവേർജ് ചെയ്യുക. അപ്പോൾ xn plus 1ൻ്റെ ലിമിറ്റ് 0 ആണെങ്കിൽ xnൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ലിമിറ്റ് xn ഈക്വൽ ടു 0. ദാറ്റ്സ് ദ പ്രൂഫ് ഓഫ് റേഷ്യോ ടെസ്റ്റ്. സോ റേഷ്യോ ടെസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് റേഷ്യോ ടെസ്റ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഒരുപാട് തിയറംസ് പഠിച്ചു. ഒരു 10 തിയറംസ് പഠിച്ചു കൺവേർജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി അതിൻ്റെ പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ വി ഹാവ് ദി ഫസ്റ്റ് പ്രോബ്ലം. ഷോ ദാറ്റ് ലിമിറ്റ് 3n plus 1 into n minus 2 divided by n into n plus 1 equal to 3. സോ ഇത് ചെയ്യാൻ നമ്മൾ ഓരോ ബ്രാക്കറ്റിലും n ഉണ്ട്. സോ ഫസ്റ്റ് ബ്രാക്കറ്റിൽ നിന്ന് നമ്മളൊരു n ഔട്ട് സൈഡ് എടുക്കുക. n ഇൻറ്റു 3 plus 1 by n വരും. സെക്കൻഡ് ബ്രാക്കറ്റിൽ നിന്ന് n ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 minus 2 by n വരും. ഡിവൈഡ് ബൈ ഒരു n ആൾറെഡി ഉണ്ട്. ഇനി ബ്രാക്കറ്റിൽ നിന്ന് ഒരു n കൂടെ എടുക്കുമ്പോൾ n ഇൻറ്റു 1 plus 3 by n. ഇനി ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോറി, അതിന് മുമ്പ് n ക്യാൻസൽ ചെയ്യണം. ഈ n-ഉം ക്യാൻസൽ ചെയ്യും. ഈ n-ഉം ക്യാൻസൽ ചെയ്യും. മുകളിൽ n സ്ക്വയർ ഉണ്ട്, താഴെ n സ്ക്വയർ, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ലിമിറ്റ് കൊടുക്കുക n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ 3 plus 1 by infinity ഇൻറ്റു 1 minus 2 by infinity ഡിവൈഡ് ബൈ 1 plus 3 by infinity എന്ന് വരും. ഓക്കെ, 1 plus 3 by infinity. അപ്പോൾ 3 plus 1 by infinity എന്ന് പറഞ്ഞാൽ 0. 1 minus 0 ഡിവൈഡ് ബൈ 1 plus 0. സോ വി ഗെറ്റ് 3. സോ ഇതിൻ്റെ ലിമിറ്റ് 3 ആണെന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വി ഹാവ് ദ പ്രോബ്ലം. ഷോ ദാറ്റ് ലിമിറ്റ് n by 2 raised to n ഈക്വൽ ടു 0. n by 2 raised to n എന്ന സീക്വൻസിൻ്റെ ലിമിറ്റ് 0 ആണ് എന്ന്
പ്രൂവ് ചെയ്യണം. ഇത് ഈ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ വി ടേക്ക് xn ഈക്വൽ ടു n/2 ഇനി xn പ്ലസ് 1 കാണണം. xn പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ പ്ലേസിൽ n+1 കൊടുക്കുക. അപ്പോൾ n+1/2n+1 വരും. ഇനി നമുക്ക് xn പ്ലസ് 1 ഡിവൈഡ് ബൈ xn കാണണം. ദാറ്റ് ഈസ് n+1/2n+1 ഓൾ ഡിവൈഡ് ബൈ n/2n. സോ n+1/2n+1 ഇൻറ്റു 2n ഡിവൈഡ് ബൈ n. അപ്പോൾ അവിടെ 2n ഉണ്ട്, ഇവിടെ 2n+1. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്യുക, പിന്നെ ബാക്കി 2 ഉണ്ടാവും. സോ വി ഗെറ്റ് n+1 ഇൻറ്റു 2 താഴെ ഉണ്ടാവും, n+1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു n എന്ന് കിട്ടും. n+1 ഡിവൈഡ് ബൈ 2 ഇൻറ്റു n. ഇനി മുകളിലുള്ള ബ്രാക്കറ്റിൽ നിന്ന് ഒരു n ഔട്ട് സൈഡ് എടുക്കുക. n ഇൻറ്റു 1+1/n ഡിവൈഡ് ബൈ 2n. n ആൻഡ് n ക്യാൻസൽഡ്. സോ വി ഗെറ്റ് 1+1/n/2. ഇനി ലിമിറ്റ് കൊടുക്കുക രണ്ട് സൈഡിലും. ലിമിറ്റ് xn പ്ലസ് 1/xn ഈക്വൽ ടു ലിമിറ്റ് 1+1/n ഡിവൈഡ് ബൈ 2. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1+1/∞ എന്ന് പറഞ്ഞാൽ 0 ഡിവൈഡ് ബൈ 2. സോ വി ഗെറ്റ് 1/2. അപ്പോൾ ഇതാണ് ലിമിറ്റ് എന്ന് വിചാരിക്കരുത്, റേഷ്യോ ടെസ്റ്റാണ്. അപ്പോൾ നമുക്കിങ്ങനെയാണ് റേഷ്യോ ടെസ്റ്റ് ഉള്ളത്. ലിമിറ്റ് xn പ്ലസ് 1/xn L ആണെങ്കിൽ ഒരു നമ്പർ L കിട്ടും. ആ L <1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, കൺവേർജസ് 0 ആണ്. അപ്പോൾ അവിടെ 1/2 ആണ് കിട്ടിയത്. ഇതാണ് L. 1/2 <1 ആണ്. അതുകൊണ്ട് xn എന്ത് ചെയ്യും? ബൈ റേഷ്യോ ടെസ്റ്റ് xn കൺവേർജസ് ബൈ റേഷ്യോ ടെസ്റ്റ്. ഇനി എങ്ങോട്ടാണ് കൺവേർജ് ചെയ്യുക? ലിമിറ്റ് xn. ദെയർഫോർ ലിമിറ്റ് xn ഈക്വൽ ടു റേഷ്യോ ടെസ്റ്റിൽ പറയുന്നുണ്ട് ലിമിറ്റ് xn 0 ആയിരിക്കും. ബൈ റേഷ്യോ ടെസ്റ്റ് ലിമിറ്റ് xn ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലിമിറ്റ് xn എന്ന് പറഞ്ഞാൽ n/2n ഈക്വൽ ടു 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് സീക്വൻസ് bn where bn ഈക്വൽ ടു 1/n+1 ഹോൾ സ്ക്വയർ പ്ലസ് 1/n+2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര 1/2n ഹോൾ സ്ക്വയർ കൺവേർജസ് ടു 0. ഈ സീക്വൻസ് bn എന്ന് പറയുന്ന സീക്വൻസ് bnൻ്റെ ജനറൽ ഫോമാണ് തന്നിട്ടുള്ളത്. കുറേ സമ്മുകളാണ്. അത് 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കണം. സോ വി ഹാവ് ഹിയർ bn ഈക്വൽ ടു 1/n+1 സ്ക്വയർ പ്ലസ് 1/n+2 സ്ക്വയർ പ്ലസ് എക്സെട്ര 1/2n സ്ക്വയർ. ഇതാണ് bn. bn കൺവേർജസ് ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. സ്ക്യൂസ് ടെസ്റ്റ് ഉപയോഗിച്ച്, സാൻഡ്വിച്ച് തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്യുന്നത്. സോ സാൻഡ്വിച്ച് തിയറം വെച്ച് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു an < bn < cn എന്ന് കിട്ടണം. അതായത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന bnൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു സീക്വൻസ് കിട്ടണം, റൈറ്റ് സൈഡിലുള്ളൊരു സീക്വൻസ് കിട്ടണം. രണ്ടും ഒരേ ലിമിറ്റിലേക്ക്, ഇവിടെ 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും 0യിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതുകൊണ്ട് bnഉം ബൈ സ്ക്യൂസ് തിയറം bnഉം 0യിലേക്ക് കൺവേർജ് ചെയ്യും. സോ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള സീക്വൻസുകൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ bnയിലെ ഓരോ ടേമും നമ്മൾ നോക്കുക. അതിൻ്റെ ന്യൂമറേറ്ററൊക്കെ 1 ആണ്. ഡിനോമിനേറ്ററിൽ ആദ്യത്തേൽ n+1 ഹോൾ സ്ക്വയർ ആണ്, രണ്ടാമത്തേത് n+2 ഹോൾ സ്ക്വയർ ആണ്, n+3 ഹോൾ സ്ക്വയർ അങ്ങനെ പോകും. ലാസ്റ്റ് 2n ആണ്, അതായത് n+n ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് 2n ഹോൾ സ്ക്വയർ ആണ്. ഇതിലെ ഏറ്റവും വലുത് ഏതായിരിക്കും? ഏറ്റവും വലുത് n+n ഹോൾ സ്ക്വയർ ആയിരിക്കും അല്ലേ? കാരണം n+1 ആണ്, അടുത്തത് n+2 ആണ്. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്, എല്ലാം പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ n+1 n+2, ഏറ്റവും ലാസ്റ്റുള്ള n+n 2n ആയിരിക്കും ഏറ്റവും വലുത്. അതുകൊണ്ട് 2n സ്ക്വയറും ആയിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ 2n സ്ക്വയർ ഏറ്റവും വലുതാണെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ 1/2n സ്ക്വയർ, 2n ഹോൾ സ്ക്വയർ ഏറ്റവും ചെറിയ ടേം ആയിരിക്കും. അപ്പോൾ bnലെ ഈ ഓരോ ടേമിലെയും ഏറ്റവും ചെറിയ ടേം 1/2n ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലെ ഓരോ ടേമിനും പകരം അതിലെ ഏറ്റവും ചെറിയ ടേം കൊടുക്കുക. അതായത് 1/n+1 ഹോൾ സ്ക്വയറിന് പകരം 1/2n സ്ക്വയർ കൊടുക്കുക, 1/n+2 ഹോൾ സ്ക്വയറിന് പകരം 1/2n സ്ക്വയർ കൊടുക്കുക, എക്സെട്ര അങ്ങനെ കൊടുക്കുക. സോ bn ഈക്വൽ ടു ആദ്യത്തെ ടേമിന് പകരം 1/2n ഹോൾ സ്ക്വയർ, bn
ഈക്വൽ ടു എഴുതുന്നില്ല. നമുക്ക് ബി എൻ ഈക്വൽ ആവില്ല, കാരണം നമ്മൾ ടേം മാറ്റിക്കഴിഞ്ഞു. സോ ആദ്യത്തെ ടേമിന് പകരം കൊടുത്തു 1/2n², രണ്ടാമത്തെ ടേമിന് എക്സെട്ര nth ടേമിന് വരെ കൊടുത്തു 1/2n². സോ ഇത് ബി എന്നിനേക്കാളും ചെറുതാവോ വലുതാവോ? ബി എന്നും ഈ സമ്മും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? അപ്പോൾ ബി എന്നിലെ ഓരോ ടേമിനേക്കാളും ചെറിയ ടേമാണ് നമ്മൾ ആഡ് ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു 10നെ നമ്മൾ 2 + 3 + 4 എന്ന് +1 കൂടെ വേണമല്ലേ? ഓക്കെ, 2 + 3 + 4 + 1 എന്ന് എഴുതിയാൽ അതിലെ ഓരോന്നിനും പകരം ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കുക. അതായത് 1 + 1 + 1 + 1 എന്ന് കൊടുത്താൽ അത് 10നേക്കാളും ചെറുതായിരിക്കും അല്ലേ? കാരണം ഓരോന്നിനും പകരം ചെറുതാണ് കൊടുത്തത്. സോ ഇത് ബി എന്നിനേക്കാളും ചെറുതായിരിക്കും. ബി എൻ ചിലപ്പോൾ ഇനി ഏതെങ്കിലും കേസിൽ ചിലപ്പോൾ ഈക്വലായിട്ടും വരാം. സോ ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2n² + 1/2n² + എക്സെട്ര + 1/2n² എന്ന് കിട്ടും. ഇനി എത്ര എണ്ണം ഉണ്ട് ഈ 1/2n²? ഇവിടെ നമുക്കറിയാം n+1, n+2 എക്സെട്ര n+n വരെയാണ്. അതായത് n ടേംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ 1/2n² പുറത്തേക്ക് എടുത്താൽ നമുക്ക് 1 + 1 + എക്സെട്ര +1 n ടൈംസ് കിട്ടും. ദാറ്റ് ഈസ് n/2n², ദാറ്റ് ഈസ് n/4n², ദാറ്റ്സ് ഈക്വൽ ടു 1/4n എന്ന് കിട്ടും. സോ ബി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n എന്ന് കിട്ടും. ഒരു സൈഡ് കിട്ടി. ഇനി ഇതേപോലെ അപ്പുറത്തെ സൈഡിലുള്ള സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ഏറ്റവും ചെറിയ ടേം കൊണ്ടാണ് റീപ്ലേസ് ചെയ്തത്. ബി എന്നിൻ്റെ ഏറ്റവും ചെറിയ ടേം കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. അതായത് 1/2n² കൊണ്ട്. ഇനി ഏറ്റവും വലിയ ടേം കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ഇതിൽ ഏറ്റവും വലിയ ടേം ഏതായിരിക്കും? n+1 ആണ്, n+2, n+3 അങ്ങനെ സ്ക്വയറുകളാണ് നമ്മൾ എടുക്കുന്നത്. ഡിനോമിനേറ്റർ ആണ് കേട്ടോ നോക്കുന്നത്. n+1² n+2² എക്സെട്ര 2n² വരെയാണ്. അതിലെ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ n+1² ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/n+1² ആയിരിക്കും ഏറ്റവും വലുത്. അപ്പോൾ ഓരോ ടേമിനെയും ഏറ്റവും വലിയ ടേം കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 1/n+1² + 1/n+1² + എക്സെട്ര + 1/n+1². അപ്പോൾ നേരത്തെ പോലെ തന്നെ ബി എന്നും ഈ സമ്മും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ചെറുതാവോ വലുതാവോ? അപ്പോൾ നേരത്തെ പറഞ്ഞ 10ൻ്റെ കേസ് തന്നെ എടുത്താൽ മതി. ഇതിലെ ഏറ്റവും വലിയ നമ്പർ കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ, അതായത് 4 കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ 4 + 4 + 4 + 4 അപ്പോൾ 16 വരും. അപ്പോൾ 10നേക്കാൾ വലുതാകുകയാണ് ചെയ്യുക. അതായത് ഏറ്റവും വലിയ ടേം കൊണ്ടാണ് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ബി എന്നിലെ ഓരോ ടേമിനും പകരം അതിനേക്കാൾ വലിയ ടേം കൊടുക്കുകയാണ്. സോ ബി എന്നിനേക്കാളും വലുതായിരിക്കും, ചില കേസിൽ ഈക്വൽ ആവും. സോ ബി എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ സമ്മ് കിട്ടും. ഇനി എത്ര 1/n+1² ഉണ്ടാവും? 1/n+1² പുറത്തേക്ക് എടുത്താൽ 1 + 1 + n ടൈംസ് ഉണ്ടാവും. സോ n/n+1² എന്ന് കിട്ടും. ഇനി n/n+1² നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു n² പുറത്തേക്ക് എടുക്കാം. n/n² × 1/1 + 1/n². ഒരു n ക്യാൻസൽ ചെയ്ത് പോകും. സോ 1/n × 1 + 1/n² എന്ന് കിട്ടും. സോ നേരത്തെ നമുക്ക് കിട്ടിയത് 1/bn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ നമുക്ക് 1/4n ലെസ് ദാൻ ഓർ ഈക്വൽ ടു bn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n × 1 + 1/n² എന്ന് കിട്ടും. ഇനി 1/4n എവിടേക്ക് കൺവേർട്ട് ചെയ്യും? n ഇൻഫിനിറ്റി ആകുമ്പോൾ 1/4 × ഇൻഫിനിറ്റി 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. അടുത്ത ലാസ്റ്റ് ടേം 1/n × 1 + 1/n² എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? ഇതിനെ 1/∞ × 1 + 1/∞² എന്ന് കിട്ടും. അതായത് 1/∞ എന്ന് കിട്ടും. ഇതും 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ബൈ സ്ക്യൂസ് തിയറം ലിമിറ്റ് ഓഫ് bn ഈസ് ആൾസോ 0. That is, the sequence bn converges to 0. Okay, thank you.